വെൽക്കം ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വരാൻ പോകുന്ന LDC, LGS എന്നിങ്ങനെയുള്ളൊക്കെ എക്സാമിനേഷന് വേണ്ടിയിട്ടാണ് ഇതിന്റെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു സീരീസ് ഓഫ് ടോപ്പിക് ആയിരുന്നു ഏത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന സീരീസ് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു +2 ലെവൽ സിലബസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, അല്ലെങ്കിൽ ഒരു +2 ലെവൽ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പക്ഷേ അത് LDCക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കും LGSന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പം ഞാൻ ചെയ്തില്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സമയം കണ്ടെത്തി ചെയ്യണം. എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കിട്ടാൻ സാധ്യതയുണ്ട്. മിക്കവാറും ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഒക്കെ നമുക്ക് ആ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് നല്ല രീതിയിൽ കിട്ടാറുണ്ട്. ഇംഗ്ലീഷിനെയും മലയാളത്തിനെയും വൊക്കാബുലറി പോലും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കിട്ടാറുണ്ട്. ചില GK ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, റിപ്പീറ്റ് ചെയ്ത് കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്ത് കളയരുത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളത് ആപ്ലിക്കബിൾ ആക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ദിവസം 10 ക്വസ്റ്റ്യൻ ചെയ്യുന്നുള്ളൂ. ഇത് സ്ഥിരം കാണുന്നവരിലേക്കല്ല, പുതിയതായിട്ട് നമ്മുടെ ക്ലാസ് കാണുന്നവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. നമ്മൾ ആകെ 10 ക്വസ്റ്റ്യനെ ചെയ്തു പോവുള്ളൂ. ആ 10 ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയും. അപ്പം നിങ്ങൾക്ക് അറിയത്തില്ലാത്തതാണെങ്കിൽ നിങ്ങൾ ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്തതിന് ശേഷം ഈ ക്ലാസ് കഴിയുമ്പോൾ അതൊന്ന് വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ചെയ്ത് വന്നതിനകത്ത് നമ്മളിപ്പോൾ എത്രയാണ്, ഈ +2 ലെവലിൻ്റെ എനിക്ക് തോന്നുന്നു 1 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ ചെയ്തത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 21ലേക്ക് പോകാം. ഓക്കെ, നെഗ്ലക്റ്റ് ചെയ്യാറില്ല കേട്ടോ. ക്ലാസ് ഒരിക്കലും നിങ്ങളിങ്ങനെ ചുമ്മാ വെറുതെ കിട്ടുന്നതല്ലേ എന്നുള്ള രീതിയിൽ കളയാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കണ്ടെത്തി പഠിക്കുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ വന്നേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 21. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ RBIയുടെ പണനയ മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 1. സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ സപ്ലൈ കുറയ്ക്കുന്നതിനായി ഗവൺമെന്റ് ബോണ്ടുകൾ കമ്പോളത്തിൽ വിൽക്കും. നമുക്കറിയാവുന്നതാണ് RBIയുടെ ഒരു പണനയമാണത്. എന്താ, സമ്പദ് വ്യവസ്ഥയില് പണത്തിന്റെ സപ്ലൈ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഇക്കോണമിയില് പണത്തിന്റെ സപ്ലൈ കുറയ്ക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യും, ഗവൺമെന്റ് ബോണ്ടുകള് കമ്പോളത്തിൽ വിൽക്കുന്ന ഒരു പരിപാടി RBIയിലുണ്ട്. മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ട് RBIയുടെ കയ്യിലുള്ള ഒരു കാര്യമാണെന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ സപ്ലൈ കൂട്ടണമെങ്കിൽ ബാങ്ക് റേറ്റ് കൂട്ടണം. അങ്ങനെ ഒരിക്കലും RBI ചെയ്യുന്ന കാര്യമല്ല. സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ സപ്ലൈ കൂട്ടേണ്ടി വരുമ്പോൾ കമ്പോളത്തിൽ നിന്ന് ഗവൺമെന്റ് ബോണ്ടുകൾ വാങ്ങും. അതും കറക്റ്റ് ആയിട്ടുള്ള ഗവൺമെന്റ്, അതായത് RBI ചെയ്യുന്ന ഒരു നടപടിയാണ്. RBIയുടെ ചുമതലകൾ ഒക്കെ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ RBIയുടെ കടമകളൊക്കെ പഠിക്കുമ്പം ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു +2 ലെവലിലും, അത് +2 ലെവലിലാണെന്ന് തോന്നുന്നു ഇതുള്ളത് കേട്ടോ. അപ്പൊ അതൊന്ന് +2ന്റെ എക്കണോമിക്സ് പുസ്തകം നോക്കിയാൽ കിട്ടും. അപ്പൊ ഓർത്ത് വെക്കുക, ഇതിനകത്ത് ചെയ്യുന്ന സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ സപ്ലൈ കുറയ്ക്കാനായിട്ട് ഗവൺമെന്റ് ബോണ്ടുകൾ കമ്പോളത്തിൽ വിൽക്കും. ഇനി സപ്ലൈ കൂട്ടേണ്ടി വരുമ്പോൾ, ഇക്കോണമിയിൽ സപ്ലൈ കൂട്ടേണ്ടി വരുമ്പോൾ കമ്പോളത്തിൽ നിന്ന് എന്ത് ചെയ്യും, ഗവൺമെന്റ് ബോണ്ടുകൾ വാങ്ങും. ഓപ്ഷൻ A 1ഉം 2ഉം മാത്രം, ഓപ്ഷൻ B 1ഉം 3ഉം മാത്രം. നമ്മൾക്ക് 1ഉം 3ഉമാണ് ശരി ഉത്തരം. അപ്പൊ എന്താണ്, ഓപ്ഷൻ B ആണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത്, താഴെ പറയുന്നവയിൽ ധനനയവുമായി അല്ലെങ്കിൽ ഫിസ്ക്കൽ പോളിസിയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തു അല്ലെങ്കിൽ വസ്തുതകള്. നമ്മളോട് ശരിയല്ല കേട്ടോ ചോദിച്ചിരിക്കുന്നത്, തെറ്റാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ വസ്തുതയാണ് ചോദിച്ചിരിക്കുന്നത്. പണപ്പെരുപ്പമുള്ളപ്പോൾ ഗവൺമെന്റ് ചെലവുകൾ കൂട്ടുന്നു. അത് ഒരു തെറ്റായ പ്രസ്താവനയാണ് അല്ലെ. പണപ്പെരുപ്പമുള്ളപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യാറില്ല, ചെലവ് കൂട്ടാറില്ല. അപ്പം ഓപ്ഷൻ A എന്താണ്, തെറ്റായ ഒരു പ്രസ്താവനയാണ്. ഇനി ഓപ്ഷൻ B നോക്കിയേ, പണച്ചുരുക്കമുള്ളപ്പോൾ നികുതി നിരക്കുകൾ കുറയ്ക്കുന്നു. ശരിയാണ്. പണപ്പെരുപ്പമുള്ളപ്പോൾ ഗവൺമെന്റ് കടം വാങ്ങുന്നത് കുറയ്ക്കുന്നു. അതും ശരിയാണ്. ഓപ്ഷൻ A ബിയും സിയും മാത്രം, ഓപ്ഷൻ B എയും സിയും മാത്രം, ആൻഡ് ഓപ്ഷൻ C A മാത്രം അല്ലെ. A മാത്രം എന്നുള്ളതാണ് നമുക്കിവിടെ ആദ്യമേ തന്നെ കിട്ടിയത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 23. ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ നയം, ആനുപാതിക നികുതി. ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ നയം, ആനുപാതിക നികുതി. മൊത്തം ധനക്കമ്മി എന്ന് പറഞ്ഞാൽ മൊത്തം ചെലവ് വായ്പ ഒഴികെയുള്ള മൊത്തം വരുമാനം. മൊത്തം ചെലവിൽ നിന്ന് വായ്പ ഒഴികെയുള്ള മൊത്തം വരുമാനം കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് മൊത്തം ധനക്കമ്മി. നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ ആസൂത്രണ സമിതിയുടെ പിൻഗാമി.
അപ്പൊ നമുക്കിവിടെ നോക്കുമ്പോ അറിയാം, ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ നയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ആനുപാതിക നികുതി നയമാണ് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ നയം. അതുപോലെ തന്നെ മൊത്തം ധനക്കമ്മി എന്ന് പറഞ്ഞാൽ മൊത്തം ചെലവ് മൈനസ് വായ്പ ഒഴികെയുള്ള മൊത്തം വരുമാനമാണ്. നീതി ആയോഗ് ആസൂത്രണ സമിതിയുടെ പിൻഗാമിയാണെന്നറിയാം. അതായത് മൂന്നും ശരിയാണ്. ഓപ്ഷൻ എ 3 മാത്രം, ഓപ്ഷൻ ബി 1, 2, 3 മാത്രം. അപ്പൊ ഇനി നമ്മൾ ബാക്കി ഓപ്ഷൻസ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. അടുത്ത നോക്കിയേ, ഇന്ത്യൻ കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മ. ഇത് SCRT പുസ്തകമാണ് കേട്ടോ. ഇന്ത്യൻ കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മയാണ് ഘടനപരമായ തൊഴിലില്ലായ്മ, പ്രത്യക്ഷ തൊഴിലില്ലായ്മ, പ്രച്ഛന്ന തൊഴിലില്ലായ്മ. ഇവയൊന്നുമല്ല. എന്താണ്? ഇന്ത്യൻ കാർഷിക മേഖലയിൽ നിൽക്കുന്നത് പ്രച്ഛന്ന തൊഴിലില്ലായ്മയാണ്. SCRT ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സാമ്പത്തിക വർഷം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സാമ്പത്തിക വർഷമാണ് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ, ഏപ്രിൽ 1 തൊട്ട് മാർച്ച് 31 വരെയാണ് എന്താ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സാമ്പത്തിക വർഷം, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റിന്റെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് എന്താണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. അപ്പം കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല, ബാക്കി നമ്മൾ നോക്കുകയും വേണ്ട. നെക്സ്റ്റ്, കേരളത്തിൽ പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരളത്തിൽ പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രം നിങ്ങൾക്കറിയാം, ആനക്കയം, മടക്കത്തറ, ചുണ്ടേൽ, അമ്പലവയൽ. എവിടെയാണ്? കാപ്പി നമ്മൾ ചുണ്ടേല വെച്ച് കുടിക്കുന്നേ നമ്മൾ പറയാറുണ്ട്. സോ ചുണ്ടേൽ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. മനുഷ്യ ശരീരത്തിൽ വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരെന്ത്? അഡ്രിനാലിൻ, എറിത്രോപോയിറ്റിൻ, ഓക്സിറ്റോസിൻ, ആൽഡോസ്റ്റിറോൺ. അല്ലെ, മനുഷ്യ ശരീരത്തില് വൃക്കകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഏത്? എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്നത്. ഈ എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്നത് ഒരു ഗ്ലൈക്കോപ്രോട്ടീൻ ഹോർമോൺ ആണ്. നമ്മുടെ കിഡ്നിയിലെ അല്ലെങ്കിൽ വൃക്കകളിലെ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്ലൈക്കോപ്രോട്ടീൻ ഹോർമോൺ ആണ് ഏത്? എറിത്രോപോയിറ്റിൻ. അപ്പൊ ഓർത്തു വയ്ക്കുക, എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ വൃക്ക അല്ലെങ്കിൽ കിഡ്നികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ ആണ്. മാതാപിതാക്കൾ ഇരുവരുമോ അവരിൽ ആരെങ്കിലുമോ നഷ്ടപ്പെട്ട സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പാക്കിയിരിക്കുന്ന സാമ്പത്തിക സഹായ പദ്ധതിയുടെ പേരാണ് സ്നേഹപൂർവം. ഓക്കെ, ആശ്വാസകരുടെ പ്രത്യാശയോ സ്നേഹസാന്ത്വനം ഒന്നുമല്ല, സ്നേഹപൂർവ്വം. നമ്മൾ ഇതിനു മുമ്പും ഇതുപോലത്തെ ഒരുപാട് പദ്ധതികൾ പല ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗം. എല്ലാവർക്കും അറിയാം, സാഴ്സ് ആണ് അല്ലെ. സാഴ്സ് വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. പിന്നെ ബാക്കി നമുക്ക് നോക്കണ്ടല്ലോ. അടുത്തത് 30ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ 2022 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം. ഇന്നും പരിസ്ഥിതി ദിനമാണ്. അപ്പൊ പത്രങ്ങളിലൊക്കെ ഇന്നത്തെ പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം ഉണ്ടാകും, നോക്കി വെച്ചേക്കണം, കറണ്ട് അഫയേഴ്സ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ജൈവ വൈവിധ്യം, ഒരു ഭൂമി മാത്രം. അല്ലെ, 2022 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയമായിരുന്നു ഏത്? ഒരു ഭൂമി മാത്രം എന്നുള്ളത്. ഇപ്പൊ ചെയ്ത 10 ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടായിരുന്നു? ബുദ്ധിമുട്ടായിരുന്നോ? 10ൽ 10 കിട്ടിയവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റിനകത്ത് ഇക്കണോമിക്സിന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ നമ്മൾ കണ്ടല്ലേ. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം SCRT ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് SCRT നിങ്ങൾ 8, 9, 10, 11, 12 സ്റ്റാൻഡേർഡുകളുടെ പുസ്തകമാണ് +2 ലെവൽ എക്സാമിനേഷൻ നോക്കേണ്ടത്. നിങ്ങളൊരു LDC LGS എക്സാമിനേഷനൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 10ാം ക്ലാസ് വരെയുള്ള പുസ്തകത്തിലെ ഇക്കണോമിക്സ് പാർട്ട് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഭാഗത്തെ പറ്റി നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം. ആ ധാരണ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. കുറേ കാര്യങ്ങളൊക്കെ 150 ടോപ്പിക്സിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ SCRT ബേസ് ചെയ്തുള്ള ഞാൻ അങ്ങനെ തന്നെ തരാറുണ്ട്. നിങ്ങൾക്കറിയാം, സ്ഥിരം ക്ലാസ് കാണുന്നവർക്ക് അറിയാം. അപ്പം ഇതേപോലെ ഇക്കണോമിക്സിനെ ഞാൻ കുറച്ചൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി പഠിക്കുക, എന്നിട്ട് ക്ലിയർ ചെയ്ത് പോവുക. അപ്പോൾ ഇതിനകത്ത് കണ്ട ഇക്കണോമിക്സ് കൂടുതലും SCRT തന്നെയാണ്. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക്